വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി റെസിപ്പിയും കൊണ്ടാണ്. ഞാനൊരു ന്യൂട്ടല്ല ചെസ് ബോർഡ് കേക്കാണ് കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ. ടൈമൊക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ ഈ കേക്ക് ഒന്ന് ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ളത് 4 മുട്ട, 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചർ മുട്ട എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ നമുക്ക് വാനില എസൻസ്, പിന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾ ബട്ടർ എടുക്കുക. റൂം ടെമ്പറേച്ചർ ബട്ടർ തന്നെ എടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ നമുക്ക് 1 പിഞ്ച് ഉപ്പ്. ഇതെങ്ങനെ നമുക്ക് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് എടുത്തു വെച്ച 1.5 കപ്പ് മൈദ ഒരു അരിപ്പി തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1 പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതിൽ ഞാൻ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല, ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് നമുക്ക് അരിച്ചിട്ടൊന്ന് മാറ്റി വെക്കാം. നമുക്ക് ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ എഗ് ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. നിങ്ങൾ എഗ് ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിന്റെ ജാറിലിട്ടിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. നമ്മളിന്ന് എഗ് ബീറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യാം. ആദ്യം ചെറിയ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള പൊടിച്ച പഞ്ചസാര കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് കുറേശ്ശായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം, പഞ്ചസാരയും മുട്ടയും കൂടെ. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഓയിലും കൂടെ ചേർക്കാം. ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നുകൂടെ ബീറ്റ് ചെയ്യാം. നമുക്ക് എഗ് ബീറ്ററിന്റെ ആവശ്യമില്ല. നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള പൊടി ഇതിലേക്ക് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത്രയും ബെസ്റ്റാണ്. ഇത് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ 3 പ്രാവശ്യമായിട്ട് ഞാൻ ഈ പൊടി ഇതിലേക്ക് കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നൊരു പകുതി നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മളിത് 2 ബൗളിലേക്കാക്കി മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കൊക്കോ പൗഡർ ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ 2 ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വാനിലന്റെ ബാറ്ററും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചോക്ലേറ്റ് ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഞാൻ അലൂമിനിയം ഫോയിൽ ഇട്ടിട്ടുള്ള ഒരു കേക്ക് മോൾഡിക്ക് ഒഴിച്ചാണ്. 2 ഒരേ വലിപ്പമുള്ള മോൾഡിക്ക് തന്നെ ഒഴിക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ അതേ വലുപ്പത്തിൽ കട്ട് ചെയ്യാം. ചോക്ലേറ്റിന്റെ ഞാനൊരു മോൾഡ് കൊഴിച്ചു. നമുക്ക് വാനിലിൻ്റെത് ഈ മോൾഡ് കൊഴിക്കാം. നിങ്ങൾ ബട്ടർ പേപ്പർ വെച്ചിട്ടോ ഓയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ വെറുതെ അങ്ങനെ ഓയിൽ ഗ്രീസ് ചെയ്തിട്ടോ എങ്ങനെങ്കിലും ടിന്ന് ശരിയാക്കി എടുക്കുക. കേക്കിന്റെ ടിന്ന് ഞാൻ ഫോയിലാണ് വെച്ചിട്ടുള്ളത്. ഇത് 2 ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. നമുക്ക് അടുപ്പ് ഓണാക്കിയതിന് ശേഷം ഇതുപോലത്തെ ഒരു പാത്രം വെക്കുക. നിങ്ങൾ ഏത് പാത്രത്തിലാണ് ബേക്ക് ചെയ്യുന്നത് അങ്ങനെ ഒരു പാത്രം വെക്കുക. അതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റാൻഡും കൂടെ ഇറക്കി വെച്ച് കൊടുക്കുക. ഇത് ചൂടായതിലേക്ക് നമുക്ക് ഈ കേക്ക് ടിന്ന് വെക്കാം. ഇനി നമുക്കിതൊരു അടപ്പ് വെച്ചിട്ട് മൂടി കൊടുക്കാം. ഈ അടപ്പിന്റെ മേലെ നമുക്ക് അടുത്ത കേക്കും കൂടെ വെച്ചിട്ട്
ഞാൻ ഒരു ഇതിൽ തന്നെ 2 കേക്ക് ഒന്നിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അത്രയും ഗ്യാസ് ലാഭമാണ്. മറ്റേത് ഒരു കേക്കിന് 30 മിനിറ്റ് 35 മിനിറ്റ് 40 മിനിറ്റ് ഒക്കെ കൊടുക്കുന്നത് 2 കേക്കിനും അതേ ടൈം തന്നെ മതി. മേലത്തെ കേക്കിന് ഒരു 5 മിനിറ്റും കൂടെ നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പം നമുക്കൊരു 35 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഈ ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അടിയത്തെ കേക്ക് ആദ്യം ആയിട്ടുണ്ടാവും. പിന്നെ മേലത്തെ കേക്കിന് 5 മിനിറ്റും കൂടെ എക്സ്ട്രാ കൊടുത്താൽ മതി. അങ്ങനെ 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മളെ കേക്ക് റെഡി ആയിക്കണം. ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടാവും. ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. നമ്മളെ ടൂത്ത് പിക്ക് നല്ല ക്ലിയർ ആയിട്ട് വരേണ്ട കേക്ക് റെഡി ആയിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം. ഇതിൻ്റെ താഴെ നമ്മുടെ ചോക്ലേറ്റ് കേക്കും കൂടെ റെഡി ആക്കണമെന്ന് ചെക്ക് ചെയ്യാം. അത് നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. ആ കേക്ക് റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഒരു 35 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. പരന്ന പാത്രം ആയതുകൊണ്ടാവും നിങ്ങളുടെ ഇതിനനുസരിച്ച് ചേഞ്ച് ഉണ്ടാവും. നമ്മുടെ 2 കേക്കും തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോ കേക്കും 2 സ്ലൈസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. നിങ്ങൾ കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ നൂല് വെച്ചിട്ടോ നിങ്ങൾ കട്ട് ചെയ്യാം. പൊട്ടി പോകാതെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ചോക്ലേറ്റിന്റെ കേക്കും നമുക്കൊന്ന് 2 സ്ലൈസ് ആക്കി വെക്കാം. പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കാം. അത് നമുക്ക് 2 മാറ്റി വെക്കാം. നമ്മളിതിൽ തേക്കുന്ന ക്രീം ന്യൂട്ടല്ലൻ്റെ ക്രീമാണ്. ഇത് ന്യൂട്ടല്ല ഇല്ലെങ്കിൽ നിങ്ങൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ചെയ്യാം. ഞാൻ ന്യൂട്ടല്ലൻ്റെ ക്രീം ഒരു ബൗളിലേക്കൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഓരോ സ്ലൈസും. അതിന് കേക്ക് കട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു അടപ്പെടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ പോർഷന് ഈ ഒരു അടപ്പ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഒരേ സൈസിൽ തന്നെ 4 സ്ലൈസും നമ്മൾ സെൻറ്റർ കട്ട് ചെയ്യണം. ഇങ്ങനെ 4 നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് കട്ട് ചെയ്യാൻ കഴിയും. ഇനി അതിലാണ് വലിയ ഒരു അടപ്പെടുത്തിട്ട് നമുക്ക് അടുത്തൊരു ലെയർ കൂടെ കട്ട് ചെയ്യാം. കേക്ക് കട്ടറാണെങ്കിൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇത് നമ്മളൊരു ടിന്നിൻ്റെ അടപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചോക്ലേറ്റിൻ്റെ ലെയർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. അതേ അളവ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ആ 2 അടപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. സൈസ് നിങ്ങൾ മാറ്റരുത്. ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനുള്ളതാണ്. അങ്ങനെ 4 നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ പോർഷൻ നമുക്കൊന്ന് എടുത്ത് മാറ്റാം. പൊട്ടിപ്പോകാതെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ 4 സ്ലൈസിൻ്റെ സെൻറ്ററും നമുക്കൊന്ന് എടുക്കാം. കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു കേക്കാണിത്. കുറച്ച് സമയം ഉണ്ടാകുമ്പോഴൊക്കെ ഈ കേക്ക് ഇത് നോക്കുക. പെട്ടെന്നൊന്നും ചെയ്യരുത്. അപ്പം നമ്മളുടെ ആ ഒരു കറക്റ്റ് ഇതിൽ വരില്ല. ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. അങ്ങനെ 4 സ്ലൈസും ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെക്കൻഡ് ലെയറും കൂടെ ഒന്ന് എടുത്ത് മാറ്റാം. 4 സ്ലൈസിൽ സെക്കൻഡ് ലെയർ ഒന്ന് എടുത്ത് മാറ്റാം. നമുക്കിത് വാനിലയുടെ ചോക്ലേറ്റിൻ്റെ വാനിലേക്കും അങ്ങനെ ചേഞ്ച് ചെയ്ത് വെക്കാനാണ്. നമുക്ക് ചോക്ലേറ്റിൻ്റെ സെക്കൻഡ് ലെയറും കൂടെ എടുക്കാം. നമ്മൾ പിടിക്കുമ്പോൾ തന്നെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. ഞാൻ ഇത്രയും കാണിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഈ വാനിലൻ്റെ ഈ സെൻറ്റർക്ക് നമുക്ക് ഈ ചോക്ലേറ്റിൻ്റെ സർക്കിൾ വെച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ വാനിലൻ്റെ കട്ട് ചെയ്ത പീസ് തന്നെ വെച്ച് കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓരോ ലെയറും നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം. ഇതിങ്ങനെ അല്ലാതെ നിങ്ങൾക്ക് പ്ലേറ്റിക്ക് വേണമെങ്കിലും അങ്ങനെ ചെയ്യാം. അങ്ങനെ ഓരോ ലെയർ വെച്ചെടുത്താൽ മതി. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ചോക്ലേറ്റിൻ്റെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് അതിൻ്റെ വാനിലയാണ് വെച്ചെടുത്തിട്ടുള്ളത്. വാനിലൊക്കെ ചോക്ലേറ്റ് സർക്കിൾ അങ്ങനെയാണ് വെക്കുന്നത്. എങ്കിലേ നമുക്ക് ആ ഒരു ചെസ് ബോർഡിൻ്റെ ആ ഒരു കറക്റ്റ് ഇത് കിട്ടുള്ളൂ കേക്കിന്.
അങ്ങനെ ചേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുക. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. നമ്മൾ പ്ലേറ്റ് എടുത്തിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചോക്ലേറ്റിൻ്റെ ന്യൂട്ടലൻ്റെ മിക്സ് അതിൻ്റെ സെൻറ്ററിൽ ആ ജോയിൻസിലൊന്ന് ഇട്ട് കൊടുക്കുക. പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നായിട്ട് കവർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജോയിൻസ് നമ്മൾ പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി അടുത്ത ലെയർ നമുക്ക് ചോക്ലേറ്റിൻ്റെ വെച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇനി അടുത്തത് വാനില അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇതും അതുപോലെ തന്നെ നമ്മൾ ആ ജോയിൻസിലൊക്കെ ന്യൂട്ടലൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ന്യൂട്ടല വേണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചാൽ മതി. ന്യൂട്ടല ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റാണ്. ഹാസൽനട്ടിൻ്റെ ഒക്കെ ഒരു നല്ലൊരു ടേസ്റ്റാണ്. കേക്ക് കുറച്ച് നല്ലൊരു റിച്ച് ടേസ്റ്റാണ് കേട്ടോ. ഇതും അതുപോലെ തന്നെ നമ്മൾ ഈ ലെയർ അതുപോലെ തന്നെ ചെയ്തെടുക്കാം. നമുക്ക് നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. വാനിലൻ്റെ ലെയർ വെച്ച് കൊടുക്കാം. ലെയർ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക പൊട്ടി പോവാതെ. പൊട്ടി പോയിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ വെച്ച് കൊടുക്കുക അതിൻ്റെ സൈഡിൽ. അങ്ങനെ ആ ലെയറും വെച്ചിട്ടുണ്ട് നമ്മൾ. ന്യൂട്ടല്ല മിക്സ് ഇത് എല്ലാ ലെയറും ഒരുപോലെ തന്നെ നിങ്ങൾ ചെയ്യാം. ഇതിൽ നമ്മൾ വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ബട്ടർ ക്രീമോ ഒന്നും തേക്കരുത് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് ചോക്ലേറ്റ് തന്നെയാണ്. ഇതിൽ നമുക്ക് ആ ഒരു ചെസ് ബോർഡിൻ്റെ ആ ഒരു കറക്റ്റ് ഇത് നമ്മുടെ കേക്കിന് കിട്ടുള്ളൂ. അങ്ങനെ മൊത്തം ലെയറും ഞാൻ വെച്ചിട്ടുണ്ട്. 4 ലെയറും വെച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള ന്യൂട്ടല്ല മിക്സ് ഇതിൻ്റെ മേലൊന്ന് കവർ ചെയ്യാം. ഒന്ന് മൊത്തമായിട്ട് കവർ ചെയ്യണം. ഇതിൻ്റെ മേളിലും അതുപോലെ തന്നെ സൈഡിലും ഒക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇത് മൊത്തം കാണിക്കുമ്പോൾ നമ്മളെ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും. ശ്രദ്ധിച്ച് ചെയ്യാം. അങ്ങനെ ഞാൻ ന്യൂട്ടല്ല ക്രീം മൊത്തമായിട്ടൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. സൈഡൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുക. ഇതിൻ്റെ മേളിൽ ഒരുപാട് ഡെക്കറേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ ഉള്ളിലത്തെ ഭംഗിയാണ് ഈ കേക്കിൻ്റെ ആ ഒരു ഭംഗി. നമ്മൾ എടുത്തേക്കിനെ കട്ട് ചെയ്യരുത്. നിങ്ങൾ തേച്ച് കഴിഞ്ഞേക്കിനെ കട്ട് ചെയ്യരുത്. കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക. ചോക്ലേറ്റ് സെറ്റായിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെക്കാം. 15-20 മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. 15 മിനിറ്റെങ്കിലും വെക്കുക. അങ്ങനെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. വളരെ സോഫ്റ്റാണ് കേക്ക്. നല്ല ടേസ്റ്റിയാണ് കേക്ക്. നമുക്ക് പൊട്ടിപ്പോകാതെ ഈ ഒരു സ്ലൈസ് നമുക്ക് ഈ ഒരു പീസ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കുക. നമ്മൾ ഓരോ സർക്കിളായിട്ട് വെച്ചെടുത്താണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ചെസ് ബോർഡ് കേക്ക്. ഇത് കാണുന്ന പോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതുപോലെ നല്ല അടിപൊളി വീഡിയോസുമായിട്ട് അടുത്തൊരു ഇതിൽ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.